നമ്മളെ കരിങ്കോയിന്റെ അൽഫാമാണ് സ്പെഷ്യല്. അപ്പൊ കേകലൊക്കെ ഉമ്മ തന്നെയാണ്. ഉമ്മക്ക് ക്യാമറന്റെ മുമ്പിൽ വരാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മള് കഴിക്കാൻ റെഡി ആവില്ലാണ്ട് ഉമ്മ തന്നെ കഴുകി തരാണ്. അപ്പൊ ക്യാമറിന്റെ ഫ്രണ്ടിൽ വരാൻ വേണ്ടിയാണ്. കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ. കരിങ്കോയിന്റെ ഇറച്ചിയാണ്ടാണ് കുറച്ച് ഡാർക്ക് ആയിട്ട് കാണിക്കുന്നത്. സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പോയൊക്കെ ഞാൻ തന്നെ സൈസ് ആക്കല് ഫുൾ അറുത്തിട്ട്. അപ്പോ കാലിന് ചെറുതായിട്ട് പ്രശ്നം ഉണ്ടായിരുന്ന വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് കാരണം കൂടുതൽ നേരം നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് കടയിൽ കൊണ്ട് യൂസ് ആക്കി. പക്ഷെ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ചിക്കനൊക്കെ ഇങ്ങനെ അടിച്ച് പരത്തേണ്ട ആവശ്യമുണ്ട്. അടിച്ച് പരത്തിയാലേ കറക്റ്റായിട്ട് ഈ അൽഫാമിന്റെ ആ ഒരു ഷേപ്പിലേക്ക് കിട്ടുള്ളൂ. പിന്നെ അതേപോലെ മസാല ഒക്കെ അടിപൊളിയായിട്ട് ഉള്ളിൽ ഇറങ്ങുള്ളൂ. പരത്തത്തിലുള്ള കുത്തൊന്തി എന്നൊക്കെ പറയല്ലോ, വരല്, അതാണ് എടുത്തിട്ടുള്ളത്. തുള്ളി വെച്ചിട്ട് ഇതാ അടിക്കുന്നു. മസാല വെക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അതിനായിട്ട് നമ്മുടെ അടുത്തുള്ള തന്തൂരി മസാല എന്നുള്ള ഒരു പാക്കാണ് എടുത്തിട്ട് ഇതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ജിഞ്ചർ പേസ്റ്റ് മാത്രം ആഡ് ചെയ്താൽ മതി. പരിപാടി നോക്കാം. അത് ജസ്റ്റ് മിക്സ് ചെയ്യുന്നത്. കുറച്ച് ജിഞ്ചർ പേസ്റ്റ്, കുറച്ച് ഓയില്, മസാലയ്ക്ക് നമ്മൾ തൈരും കൂടെ ചേർക്കും. നല്ല കട്ട തൈര്. ഇത് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടും പിന്നെ മസാല അതുപോലെ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് തൈര് ചേർക്കുന്നത്. അപ്പൊ ഗായ്സ് കാക്കത ചിക്കനെ നല്ല പിടിപ്പിച്ചു കൊടുക്കണം മസാല. ഓക്കെ, കറക്റ്റായിട്ട് ഇറങ്ങുന്ന ഭാഗത്തില് സെറ്റ് ആകുന്നുണ്ട്. ഉള്ളിലൊക്കെ നല്ല തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ വരട്ടേതൊക്കെ മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും. പക്ഷെ 15 മിനിറ്റ് ഒന്നും പോലത്തെ 2 അവരെങ്കിലും കറക്റ്റായി മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ ടൈം കൊടുക്കണം. ടൈം ഇല്ലാത്തതുകൊണ്ട് രാത്രിയാണ് ചെയ്യുന്നത്. ടൈം ഇല്ലാത്തതുകൊണ്ട് അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. കണലൊന്ന് സെറ്റാക്കി ചേരത്തൊക്കെ അടിച്ചിട്ട് കണലൊന്ന് സെറ്റാക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റ് അഭിപ്രായ വ്യത്യാസം തുടങ്ങി. ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല. അപ്പോ എന്റെ കാക്ക ഒരു പുള്ളിത്തുണി ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങളെ വല്യമ്മാന്റെ ഓർമ്മക്കാണ്. അപ്പോ അത് വല്യമ്മാന്റെ തുണിയായിരുന്നു. അപ്പൊ വല്യമ്മ മരിച്ചിട്ട് 6 മാസമായിട്ട്. കാക്കത ചിക്കൻ ഗ്രില്ലുമ്മ കയറ്റാണ്. കരിങ്കോയി അൽഫാം റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കരിങ്കോയി ഗ്രില്ല് ചെയ്തിട്ട് ഇതിന് മറ്റേതിനെക്കാട്ടി നല്ല ടേസ്റ്റിന് സാമ്പിൾ ആക്കി വെന്തുകൂടെ നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയ കാരണം സാധാ കോയിനെക്കാട്ടൊക്കെ ടേസ്റ്റ് ഇപ്പോൾ കരിങ്കോയിൻ്റെ ഫ്രൈ തോന്നിക്കുന്നുണ്ട്.